പ്രഭാസ് മാത്രം കൊള്ളാം, പടം കൊള്ളൂല. പ്രഭാസിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, അല്ല വന്നിട്ട് ഒരു കാര്യമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ബോറാണ്. പ്രഭാസ് മാത്രം കൊള്ളാം. പൃഥ്വിരാജ് പോരെ. പ്രഭാസാണ് നല്ല സ്കോർ ചെയ്തത്. ഫാനൊന്നും ഞാൻ വിജയ് ഫാനാണ്. പക്ഷേ ചുമ്മാ കാണാൻ വന്നതാണ്. പ്രശാന്ത് നീലിൻ്റെ പടം കണ്ട് കാണാൻ വന്നതാണ്. പ്രഭാസ് സൂപ്പർ. ഭയങ്കര ലാഗായിരുന്നു, പക്ഷേ കൊള്ളാം. കാസ്റ്റിംഗ് കുറച്ച് മോശമായിപ്പോയി. ശ്രുതിഹാസനും പ്രഭാസും. ബാക്കി പടം സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ലതായിരുന്നു. എഡിറ്റിംഗ് വൈസ് മ്യൂസിക് നൈസായിരുന്നു. പൃഥ്വിരാജ് റോളും അടിപൊളിയായിരുന്നു. ഫുൾ 100% ഇട്ടിട്ടുണ്ട്. ഫൈറ്റ് ആയാലും ഡയലോഗ്സും എല്ലാം പക്കയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് KGF-നേക്കാളും ഒരു ലെവൽ കയറി നിൽക്കുള്ളൂ. സെക്കൻഡ് ഹാഫൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. എന്നാൽ പൃഥ്വിരാജും രണ്ടുപേർക്ക് ഈക്വലായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫാൻസിനെയും തൃപ്തിപ്പെടുത്താൻ ആ ഒരു ലെവലിൽ ഈക്വൽ ഡയലോഗും അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ബോറായിരുന്നു ബ്രോ. സെക്കൻഡ് ഹാഫ് കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് കാത്തിരിക്കാനായിട്ടുള്ള ഒരു എൻഡിങ് ഒന്നും അല്ല തന്നിരിക്കുന്നത്. എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. പ്രശാന്ത് നീലിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. പിന്നെ അതിൻ്റെ അത്രയും നമുക്ക് കിട്ടിയിട്ടില്ല, ശരിക്കും അത്രയും ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ രവി ബസ്രൂർ മ്യൂസിക് ചെയ്യുന്നുണ്ട്. ആ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റൊന്നും KGF പോലെയൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. പൃഥ്വിരാജ് പൊളിയാണ്, അടിപൊളിയാണ്, കൊള്ളാം. പ്രഭാസും കൊള്ളാം, എല്ലാവരും കൊള്ളാം. പക്ഷേ മലയാളം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡബ്ബിങ്ങൊക്കെ ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പടം കൊള്ളാം, വൺ ടൈം വാച്ചബിളൊക്കെയാണ്. പടം കുറേ സസ്പെൻസ് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ആയത്. പാർട്ട് 2 വെയിറ്റിംഗ് ആണ്, എന്തായാലും കാണാൻ കുറേ സസ്പെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. KGF-ൻ്റെ ആ ഒരു ലെവൽ എന്തായാലും എത്തിയിട്ടില്ല. നമ്മൾ KGF 2 പോലെ പ്രതീക്ഷിച്ചാണ് പോയത്. ആ ഒരു ലെവൽ എന്തായാലും എത്തിയിട്ടില്ല. പൃഥ്വിരാജിൻ്റെയൊക്കെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണാൻ പറ്റും. എടുത്തു പറയാനായിട്ട് KGF-ൻ്റെ ആ റേഞ്ചൊന്നും വന്നിട്ടില്ല, നന്നായിട്ടുണ്ട്. പടം ബ്രോ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല. ഒരു 70% ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര, അതായത് സ്റ്റോറി മൊത്തത്തിൽ അവർ എക്സ്പാൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ കറക്റ്റ് നമുക്ക് കാണണമെന്നുള്ള ഒരു ഇമ്പാക്റ്റിൽ നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പെക്ട് ചെയ്തിരുന്ന് കാണാം. പിന്നെ പൃഥ്വിരാജിന് വേണ്ടിയും പിന്നെ റൂമേഴ്സ് പറയുന്നുണ്ടായിരുന്നു യാഷ് വരുമെന്ന്. അത് രണ്ടും കാണാനായിട്ടാണ് മെയിനായിട്ട് ഞാനും വന്നത്. കൊള്ളാം, പൃഥ്വിരാജിൻ്റെ അഭിനയം കൊള്ളാം. പ്രശാന്ത് നീലിൻ്റെ ഒരു നമ്മളിപ്പോൾ KGF വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയ്ക്ക് വന്നിട്ടില്ലെങ്കിലും കൊള്ളാം. ആ മേക്കിംഗ് വൈസും എല്ലാം കൊള്ളാം. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ അഭിനയം ഒന്നും പറയില്ല, വേറെ രക്ഷയല്ല. വിചാരിച്ചത് പൃഥ്വിരാജ് നമ്മൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ആ ഒരു റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ പ്രശാന്ത് നീല് കണ്ടിരിക്കാം, തിയേറ്ററിൽ കണ്ടിരിക്കാം. സിനിമ ആക്ഷൻ പടം, സെറ്റ് വർക്ക്. ഒരു കാലത്ത് നമ്മൾ അതിന് പിറകെ നടന്നത് തന്നെ. പ്രശാന്ത് നീലിൻ്റെ മേക്കിംഗ് ആണ്, പൊളിയാണ്, ഒരു രക്ഷയില്ല. ഒരു വർഷം കണ്ടിരിക്കണം. പൊളിയാണ്, പൃഥ്വിരാജ് നൈസാണല്ലോ, മൊത്തം പൊളിയാണ്. പൃഥ്വിരാജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന് നല്ലൊരു റോളാണ് കിട്ടിയിരിക്കുന്നത്. നല്ല അതെ ആദ്യം തൊട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.